തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ശുചീകരണ തൊഴിലാളി എൻ ജോയിയുടെ മൃതദേഹം സംസ്കരിച്ചു. മാരായമുട്ടത്തെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം. അന്തിമോപചാരം അർപ്പിക്കാൻ ആയിരങ്ങളാണ് എത്തിയത്. ജോയിയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായം നൽകാൻ സർക്കാരിനോട് ശുപാർശ ചെയ്തതായി മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. 47 മണിക്കൂറത്തെ തെരച്ചിലിനൊടുവിൽ ഇന്ന് രാവിലെയാണ് ജോയിയുടെ മൃതദേഹം തകരപ്പറമ്പിന് സമീപം പൊങ്ങിയത്. ജീർണിച്ച നിലയിലായിരുന്നു മൃതദേഹം. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം മെഡിക്കൽ കോളേജിലെത്തിച്ചു. മന്ത്രിമാരും മേയറും ജനപ്രതിനിധികളും മെഡിക്കൽ കോളേജിലെത്തി. 3 ദിവസം രാപ്പകലില്ലാതെ ശ്രമിച്ചിട്ടും ജോയിയുടെ ജീവൻ രക്ഷിക്കാനാകാത്തതിൽ മേയർ ആര്യ രാജേന്ദ്രൻ വിങ്ങിപ്പൊട്ടി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഉച്ചയ്ക്ക് 2:30-ഓടെ സഹോദരന്റെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചു. ഏക ആശ്രയമായിരുന്ന മകന്റെ മടങ്ങിവരവ് പ്രതീക്ഷിച്ചിരുന്ന അമ്മ മെൽഹിയുടെ മുന്നിലെത്തിയത് ചേതനയറ്റ ശരീരം. അമ്മയുടെയും ബന്ധുക്കളുടെയും കരച്ചിൽ ചുറ്റുമുള്ളവരുടെയും കണ്ണുകളെ ഈറനണിയിച്ചു. കുടുംബത്തിന് അടിയന്തര ധനസഹായം നൽകണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി മേയർ ആര്യ രാജേന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രാവിലെ തന്നെ ജില്ലാ കളക്ടറോട് അതിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ബഹുമാന്യനായ കളക്ടർ രാവിലെ തന്നെ ധനസഹായം നൽകണം എന്ന റിപ്പോർട്ട് MLAയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ റിപ്പോർട്ട് ഗവൺമെന്റിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കുടുംബത്തിനുള്ള ധനസഹായം സംബന്ധിച്ച് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുക്കും. റെയിൽവേ പ്ലാറ്റ്ഫോമിനടിയിലെ മാലിന്യം നീക്കുന്നത് സംബന്ധിച്ചും ഉടൻ തീരുമാനമുണ്ടാകും. ഇവിടെ നിന്നുമാണ് ജോയി ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തിയത്. മടങ്ങി വരുമെന്ന ഉറപ്പിന്മേൽ. അപകട വാർത്ത എത്തുമ്പോഴും മടങ്ങി വരുമെന്ന പ്രതീക്ഷ കുടുംബത്തിനുണ്ടായിരുന്നു. പക്ഷേ മടങ്ങിയെത്തിയില്ല. മാലിന്യ കൂമ്പാരം ജീവനെടുത്തു. ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം.